എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക, വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി നോക്കി തരുന്നതായിരിക്കും. മിക്ക ആൾക്കാർ വിളിക്കുമ്പോൾ ദക്ഷിണ എത്ര എന്നാണ് ചോദിക്കുന്നത്. ദക്ഷിണ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദക്ഷിണ തന്നാൽ മതി നോക്കുന്നതിന്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. എല്ലാ നക്ഷത്രക്കാരെയും ഒരു ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കണ്ടകശനി, ഏഴരശനി എന്നൊക്കെ പറയും. ഒരു കാര്യം ശ്രദ്ധിക്കുക, എത്ര വലിയ ശനിദോഷം ഉണ്ടെങ്കിലും നമുക്കതൊക്കെ നിസ്സാരമായിട്ട് നമുക്കത് മാറ്റിയെടുക്കാനുള്ളൊരു കാര്യമുള്ളൂ. ശനിദോഷപരമായി ഒത്തിരി ഭക്തജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. ഏറ്റവും കൂടുതൽ ശനിദശയിൽ സംഭവിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളാണ്, പിന്നെ ആരോഗ്യ പ്രശ്നം ഉണ്ടാകാം. പക്ഷേ നമ്മൾ ഒരു ചെറിയൊരു വിവരണം തരാം. നമ്മൾ എല്ലാവർക്കും ഒരേ ഉപാസനമൂർത്തികൾ കാണും. ചിലവർ കാളിയെ വിശ്വസിക്കുന്നവർ കാണും. ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് സുബ്രഹ്മണ്യ ഉപാസന ചെയ്യുന്നതാണ്. അപ്പോൾ അതേപോലുള്ളവർക്ക് അയ്യപ്പനെ, ദേവീനെ, അതേപോലെ തന്നെ മഹാദേവനെ. അപ്പോൾ ആദ്യമേ നമ്മൾ ശനിദോഷത്തിന് പരിഹാരം ചെയ്യേണ്ടത്, നമ്മൾ ഏത് ഉപാസനാമൂർത്തിയാണ് വിശ്വസിച്ച് പോകുന്നത് ആ ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ശനിദോഷങ്ങളും ഈ പറയുന്ന ദോഷങ്ങളും ഉണ്ടാകില്ല. നമ്മുടെ ഉപാസനാമൂർത്തിക്ക് ബലം കൂട്ടുന്ന പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പോൾ ശനിദോഷം തന്നെയല്ല, ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപാസനയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ഉപാസനമൂർത്തിക്ക് വെള്ളിയുടെ വിളക്കിലോ അല്ലെങ്കിൽ സാധാരണ വിളക്കിലോ 5 തിരിയിട്ട് നെയ്വിളക്ക് കത്തിക്കുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. ഈ ശനിദോഷമുള്ളവരൊക്കെ ഉപാസനമൂർത്തിയുടെ ബലം മതി. ആ ഉപാസനമൂർത്തിയുടെ കാരുണ്യം കൊണ്ട് നമുക്ക് വരുന്ന ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും, അത് യാതൊരു സംശയമില്ല. പിന്നെ നമുക്ക് പൊതുവായിട്ടുള്ള ശനിദോഷം മാറാനുള്ള കുറച്ച് വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ഗ്രഹനിലയിൽ ശനി എത്രയെല്ലാം നിൽക്കുന്നതെന്ന് നോക്കണം. ചിലവരുടെ ശനി അഷ്ടമത്തിൽ നിൽക്കാം, അതേപോലെ തന്നെ 4, 7, 11, 10, 12 ഭാവങ്ങളുണ്ട്. ഈ 12 ഓരോ ഇടത്ത് നിൽക്കുമ്പോൾ ഓരോരോ ഫലങ്ങളാണ് ശനിയിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈ ശനിദശ കാലഘട്ടത്തിൽ, അതായത് ശനിയുടെ ദോഷങ്ങൾ മാറി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്നുള്ള താന്ത്രിക വിധിയിലേക്കാട്ടിയും കൂടുതലായിട്ടുള്ള വഴിപാടുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ താന്ത്രികത്തിലും അതുപോലെ തന്നെ വേദങ്ങളിൽ ഒത്തിരി ശനിക്ക് കണ്ടുവരാവുന്ന ഒരു എല്ലാവരും ചെയ്യുന്ന ഒരു വഴിപാടാണ് നീലാഞ്ജനം. അതേപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ശനിക്ക് നീരാഞ്ജനം ചെയ്യുക. പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ശനിദോഷത്തിനുള്ള പരിഹാരങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ഇത് നമുക്ക് സ്വയം നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഗൾഫിലോട്ടൊക്കെ ആണെങ്കിൽ അമ്പലത്തിൽ പോകാൻ സാഹചര്യം ഇല്ലാത്ത ഭക്തജനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ ശനിദോഷങ്ങൾ മാറ്റിയെടുക്കാം. ഒന്നാമത്തെ കാര്യം, ഇത് ദൂരെ ഉള്ളവരൊക്കെ ആണെങ്കിൽ, അതേപോലെ തന്നെ ഗൾഫിലൊക്കെ നിൽക്കുന്നവർ, വേറെ രാജ്യത്തൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടും. അതായത് ശനിദോഷമുള്ളവർ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മുടെ വലത് കൈയിലെ മോതിരവിരൽ എന്ത് ചെയ്യും, ഗ്ലാസ്സിനകത്ത് നമ്മളിങ്ങനെ ഇറക്കി വെച്ച്, അപ്പം നമ്മുടെ ഈ ഇടത് കൈ കൊണ്ട് നമ്മൾ ഒന്നെങ്കിൽ 21 തവണയോ 108 തവണയോ 54 തവണ ഓം നമഃ ശിവായ എന്ന് ജപിക്കുക. ഒരു രുദ്രാക്ഷത്തിൻ്റെ എന്തെങ്കിലും ഒരു മുത്തുമാല ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് സാധാരണ എല്ലാ ആൾക്കാർക്കും ചെയ്യുക. അങ്ങനെ ഓം നമഃ ശിവായ എന്ന് ജപിച്ച് എന്താണ് ആ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന വെള്ളത്തിലേക്ക് ശക്തി വരുത്തണം. തുളസിയില കിട്ടുവാണെങ്കിൽ തുളസിയില ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. തുളസി കിട്ടിയില്ലെങ്കിൽ സാധാരണ രീതിയിൽ പോലെ ചെയ്താൽ മതി. ഇതിങ്ങനെ 108 തവണയോ 54 തവണയോ 21 തവണയോ ഓം നമഃ ശിവായ എന്ന് ജപിക്കുക. രാവിലെ കുളി കഴിഞ്ഞ് വെറുമൈറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ജപിച്ച വെള്ളം നമ്മൾ കുടിക്കുക. എന്നിട്ട് കുറച്ച് എന്ത് ചെയ്യണം, നമ്മൾ കിഴക്കോട്ട് നിന്ന് മഹാദേവനെ പ്രാർത്ഥിച്ച് മുഖം കഴുകുക. അപ്പം നമ്മുടെ ബാധിച്ചിരിക്കുന്ന ശരീരത്തെ ശനിപരമായ ദോഷങ്ങൾ കുറേ കിട്ടും, വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറിക്കിട്ടും. നമ്മൾ എന്തെങ്കിലും പ്രത്യേകപരമായ രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ രോഗത്തിനൊക്കെ മരുന്ന് പെട്ടെന്ന് പിടിച്ചു വരാനും അസുഖം മാറാനും നമ്മുടെ ശരീരത്തെ ക്ഷീണങ്ങളും നെഗറ്റീവപരമായ ചിന്തകളും ദോഷങ്ങൾ കുറയാനും ഇടയാക്കും. ശനിദോഷത്തിൽ നിന്ന് വളരെയധികം ഉത്തമം കിട്ടും. നമ്മൾ ഈ ശനിദോഷമുള്ളവരൊക്കെ കാണാം, ജോലിക്ക് നിത്യം പോകുമ്പോൾ തടസ്സം ഉണ്ടാകാം, ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം, വയറുപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും, ഗ്യാസ് ഇങ്ങനെ വരിക, 3-4 തവണ വയറ്റിൽ നിന്ന് പോവുക. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും. ശരീരത്തിൽ ഒരു കാരണവശാലും ഇത് ക്ഷീണം ഉണ്ടാകത്തില്ല. ഇതിങ്ങനെ അടുപ്പിച്ച് 11 ദിവസമോ നിത്യമോ തുടർന്ന് പോകാം. ഇതിങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊരു വെറും വയറ്റിലായിരിക്കണം. കുറച്ച് വെള്ളമെടുത്ത് കുടിക്കുക, കുറച്ച് വെള്ളമെടുത്ത് മുഖം കഴുകുക, മഹാദേവനെ പ്രാർത്ഥിക്കുക. ഇതാണ് ഒന്നാമത്തെ ശനിദോഷത്തിനുള്ള പരിഹാരം. ഇനി രണ്ടാമത്തെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള കാക്കകളൊക്കെ
കാക്കകളൊക്കെ ഉണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസം അതായത് അരിപ്പൊടി മേടിച്ചിട്ട് നമ്മൾ സാധാരണ രീതിയിൽ അപ്പം ഉണ്ടാക്കണം. അത് അപ്പം ഉണ്ടാക്കുന്നത് വെച്ചാൽ അരിപ്പൊടി നമ്മൾ പൊട്ടിച്ചിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ ശർക്കര തേങ്ങയൊക്കെ ചേർക്കാം. എന്നിട്ട് നമ്മൾ അത് കുഴച്ചിട്ട് നമ്മൾ ഈ ദോശക്കല്ല് വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്തുന്ന ഒരു സംഭവമാണ്. പലയിടത്ത് പല പേരാണ്, ഇവിടെയൊക്കെ റൊട്ടി എന്ന് പറയും, പല നാട്ടിൽ പല ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഒരു ഇലക്കകത്ത് ഈ റൊട്ടി എന്ത് ചെയ്യണം, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ചെറിയ പേപ്പർ ഗ്ലാസ്സിനകത്ത് വെള്ളവും വെച്ച് നമ്മുടെ കാക്കയ്ക്ക് വെച്ച് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ കാക്കയെന്ന് ഉദ്ദേശിക്കുന്നത് ശനീശ്വര ഭഗവാന്റെ വാഹനമാണ്. ശനിയുടെ വാഹനമാണ് കാക്ക. അപ്പോൾ നമ്മൾ ശനിയാഴ്ച ദിവസം ഇത് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ശനിദോഷം അതായത് 100% നിന്ന് ഒരു 80% ഇതിങ്ങനെ മാറിക്കിട്ടും. ശനിയാഴ്ച ജോലിക്ക് പോകാൻ തിരക്കുള്ള ഭക്തജനങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന വഴിപാട് ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി. ഇത് എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല, ശനിയാഴ്ച മാത്രം ചെയ്യുക. ശനിയാഴ്ച ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങൾ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണം, ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി. ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിലായിരിക്കണം. കിഴക്ക് വശത്ത് വേണം വെച്ച് കൊടുക്കാൻ, തെക്ക് വശത്ത് വെച്ച് കൊടുക്കരുത്. തെക്ക് വശത്ത് നമ്മൾ പിതുക്കളെ ചെയ്ത് സങ്കല്പിച്ചാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നമ്മളൊരു ചെറിയ ഇലക്കകത്ത് ഈ റൊട്ടി ഒന്നോടെ കൊണ്ട് വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഒന്നോടെ കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ കാക്ക എടുക്കത്തില്ല. കാരണം ചെറിയ ചെറിയ നമ്മൾ റൊട്ടി എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കഷ്ണങ്ങളാക്കി വെച്ച് കൊടുത്തെങ്കിൽ മാത്രമേ കാക്ക എടുക്കത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം ശനീശ്വര ഭഗവാൻ ഇത് പ്രാർത്ഥിച്ച് ചെയ്യുവാണെങ്കിൽ ശനിദോഷത്തിന് നല്ലൊരു പരിഹാരം മാറ്റി കിട്ടും. നമ്മളിത് ഇങ്ങനെ കാക്കയ്ക്ക് വെച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു 3 മണിക്കൂറിന് ശേഷം, അതായത് 3 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. നമ്മുടെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും, സാമ്പത്തിക ലാഭം വരും. ഇനി മൂന്നാമത്തെ പരിഹാരം എന്ന് വെച്ചാൽ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ശനിയാഴ്ച ശനീശ്വര ഭഗവാൻ അതായത് ദോഷകരനായി നിൽക്കുന്ന ശനീശ്വര ഭഗവാനെ വെള്ളിയാഴ്ച തലേ ദിവസം കരിക്ക് കൊണ്ട കൊടുത്ത് നമ്മുടെ പേരിലും നക്ഷത്രത്തിലും കരിക്കഭിഷേകം ചെയ്യുക. ഇത് നീരാഞ്ജനത്തിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ പവറുള്ളതാണ് കരിക്കഭിഷേകം ശനീശ്വര ഭഗവാന്. അത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നവഗ്രഹമുള്ള അമ്പലത്തിൽ പോയി തിരുമേനെ കണ്ട് പറയണം, തിരുമേനി എനിക്ക് ശനിദോഷമുണ്ട് നോക്കിച്ചപ്പോൾ കരിക്കഭിഷേകം ശനീശ്വര ഭഗവാന് ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ കരിക്കഭിഷേകം ചെയ്യുന്ന ഭക്തജനങ്ങളൊക്കെ വെള്ളിയാഴ്ച ക്ഷേത്രമായി ബന്ധപ്പെട്ട് തിരുമേനിയോട് പ്രത്യേകം പറഞ്ഞ് വേണം ചെയ്യാൻ. അത് വെള്ളിയാഴ്ച തന്നെ പോകണം. അഥവാ ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങളൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച ദിവസം പറഞ്ഞ് ശനിയാഴ്ച വൈകുന്നേരം പറഞ്ഞ് വഴിപാട് ഞായറാഴ്ച ചെയ്യുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നമ്മുടെ വിശ്വാസമാണ്. അപ്പോൾ ഈ കരിക്കഭിഷേകം ശനീശ്വര ഭഗവാന് ചെയ്യുമ്പോൾ നമ്മുടെ ശനിപരമായ ദോഷങ്ങൾ, അതായത് ശനിയുടെ കണ്ണിലുള്ള ദൃഷ്ടികൾ, അതായത് നമുക്ക് സമ്പത്തിൻ്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും, ശനിദോഷങ്ങൾ മാറിക്കിട്ടും. അതായത് ശനിദോഷ കാലത്ത് ശനി ഭഗവാന് ഇളനീർ കൊണ്ട് പ്രകൃതിയിലുള്ള ജലം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ നമുക്ക് ഒരു രീതിയിലുള്ള തടസ്സങ്ങളും ഉണ്ടാകത്തില്ല. നമുക്ക് ശനിദോഷമാണെന്ന് പോലും അറിയത്തില്ല. ശനിദോഷ സമയത്ത് ശുക്രദശ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ കരിക്കഭിഷേകം. ഈ ഒരു കരിക്കഭിഷേകം ശനീശ്വര ഭഗവാന് വേണ്ടി മാത്രമാണ്. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞ് മൊത്തം 5 കാര്യമുണ്ട്. 4മത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശനിയാഴ്ച ദിവസം നല്ല വൃത്തിയായിട്ടുള്ള നീല വസ്ത്രമോ അതേപോലെ തന്നെ ശനിയാഴ്ച മറ്റുള്ള ആർക്കെങ്കിലും ദാനകർമ്മങ്ങൾ ചെയ്യാൻ വളരെയധികം ഉത്തമമാണ്. ഈ ദാനകർമ്മങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഉള്ള ആൾക്കാർക്ക് തന്നെ പൊറോട്ടയും അതേപോലെ തന്നെ എന്താ പറയുക, ഈ ഭക്ഷണങ്ങൾ മേടിച്ചു കൊടുക്കാനല്ല പറഞ്ഞത്. നമ്മൾ ശനിയാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ അല്ലാത്ത ദിവസങ്ങളിൽ വിഷം നേരുന്ന ഒത്തിരി ആൾക്കാരുകൾ കാണാം. അത് അവർക്ക് പൈസ ആയിട്ട് കൊടുക്കരുത്, ആഹാരം തന്നെ മേടിച്ചു കൊടുക്കുക. അതായത് വിശന്ന് വരുന്ന നാൽക്കാലി മൃഗങ്ങളായാലും കുഴപ്പമില്ല, ഒരു പട്ടിയോടെ വിശന്ന് നിൽക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ആഹാരം കൊടുക്കാം, നോക്കിയും കണ്ടൊക്കെ കൊടുക്കുക. പബ്ലിക്കിൽ ഇപ്പോൾ നിയമ നടപടികളൊക്കെ ഉണ്ട്, അത് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞതിന് വേണ്ടി അങ്ങനെ ചെയ്യരുത്. അതായത് അർഹമായ ആൾക്കാർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 പൊതി ചോറ് നമ്മുടെ സർക്കാർ ആശുപത്രിയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും വളരെ ഒരു പുണ്യപ്രവൃത്തിയാണ്. അതേപോലെ തന്നെ പല ഇടത്തും ആൾക്കാർ ഈ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ വഴിയോര ഭക്ഷണശാലകളുടെ കൗണ്ടർ വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ട് വെച്ചാലും മതി. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു തവണ ദാനം ചെയ്യുന്നത് വളരെ അധികം ഉത്തമമാണ്. ആവശ്യമിരിക്കുന്ന വ്യക്തിക്ക് നമ്മളൊരു ആഹാരം കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷവും നമ്മുടെ സന്തോഷമാകുമ്പോഴത്തേക്ക് ശനിയുടെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. ഇതാണ് 4മത്തെ കാര്യം. പിന്നെ 5മത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മഫലം പോലെ ഇരിക്കും എല്ലാ കാര്യങ്ങളും. നമ്മൾ അതായത് ശനിയുടെ കാലഘട്ടത്തിന് മുമ്പ് നമുക്ക് ഏത് ദശാകാലത്ത് നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ ഇല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടുള്ള പാപകർമ്മങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ശനിദശ കാലഘട്ടത്തിൽ അത് തിരിച്ചു കിട്ടും. ആ ഒരു ദോഷങ്ങൾ
പാപങ്ങൾ കുറയ്ക്കാനും ദോഷങ്ങൾ മാറാനും ഈശ്വര ഭജനം നേടുക. അതായത് നമ്മൾ നിത്യവും ക്ഷേത്ര ദർശനം നടത്തുക. ക്ഷേത്രത്തിൽ പോയ സമയത്ത് മാത്രം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ പോരാ, നമ്മൾ എല്ലാ ജനങ്ങളിലെയും ഒരു ജനതയെ പോലും നമ്മൾ വേദനിപ്പിക്കാതെ വാക്കുകൾ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. നമുക്ക് ശത്രുക്കളുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ കയറി ചെന്ന് മിണ്ടി നമ്മുടെ പെർഫോമൻസ് നല്ല രീതിയിൽ കാണിക്കുക. എല്ലാവരെയും നമ്മൾ ഈശ്വരനെ പോലെ കരുതുക. എല്ലാ മൃഗങ്ങളോടും എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടും മുന്നോട്ട് പോവുക. ശനിദശ കാലഘട്ടത്തിൽ വേറൊരു പരിഹാരം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളിയുടെ ഒരു മോതിരമുണ്ട്, അതായത് ഇന്ദ്രനീലം നമ്മൾ അതായത് നടുവിരലിൽ നമ്മൾ ധരിക്കുന്നത് വളരെ അധികം ഉത്തമമാണ് ശനിദശ കാലഘട്ടത്തിൽ. ഇത് നമ്മൾ ഒന്നെങ്കിൽ കല്യാൺ, ഭീമ, അതായത് ഒറിജിനലായിട്ടുള്ള ജ്വല്ലറി പോയി തന്നെ ഇത് എടുക്കുക. 3 കാറ്റഗറിയാണ് എല്ലാവരും ധരിക്കേണ്ടത് ശനിദശ കാലഘട്ടത്തിൽ. ഇന്ദ്രനീലം വെള്ളിയിലെ കെട്ടിക്കാണ്, സ്വർണം കെട്ടിക്കരുത്. 3 ക്യാരറ്റ് നടുവിരലിലാണ് വെള്ളിയുടെ മോതിരം ഇടേണ്ടത്. ഇന്ദ്രനീലമാണ് ധരിക്കേണ്ടത്. ശനിദശ കാലഘട്ടത്തിൽ വളരെ അധികം ഉത്തമമാണ്. അതേപോലെ തന്നെ നമുക്കിത് ജന്മനക്ഷത്ര കല്ലാട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ജന്മനക്ഷത്ര കല്ലാട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശനിദശ കാലഘട്ടത്തിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇന്ദ്രനീലം 3 ക്യാരറ്റ് ആയിരിക്കണം. ഇത് വലത് കയ്യിൽ നടുവിരലിലാണ് ഇടേണ്ടത്. അന്നെങ്കിൽ മാത്രമാണ് സൂര്യൻ്റെ രശ്മികൾ കറക്റ്റായി പ്രവർത്തിച്ച് നമുക്ക് അതിനുള്ള പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ കിട്ടത്തുള്ളൂ. കല്ല് ചെറിയ വിലക്കൊക്കെ ആമസോണിൽ ഇതൊക്കെ കിട്ടും, അതൊന്നും മേടിക്കരുത്. ഒന്നെങ്കിൽ വലിയ ജ്വല്ലറിയിൽ നിന്ന് മേടിക്കുള്ളൂ, ഒന്നെങ്കിൽ ആമസോൺ, ഇല്ലെങ്കിൽ ഭീമ, കല്യാൺ, അതുപോലെ തന്നെ മലബാർ ഗോൾഡ്, അങ്ങനെയുള്ള ജ്വല്ലറിയിൽ നിന്ന് മേടിച്ച് അവിടെ കൊണ്ട് തന്നെ കസവ് വെള്ളിയിൽ വേണം ഇത് പണിയിപ്പിച്ച് നമ്മുടെ നടുവിരലിടാൻ. അപ്പോൾ ശനിദശ കാലഘട്ടത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈശ്വരാനുഗ്രഹത്തോട് മുന്നോട്ട് പോകുക. പാപകർമ്മങ്ങൾ കഴിവതും കുറയ്ക്കുക. പിന്നെ വേറൊരു കാര്യം എല്ലാവരും എടുത്തു വയ്ക്കുന്നത്, നമ്മുടെ ശനിദശ കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ദോഷമുണ്ടോ? അങ്ങനെ യാതൊരുമില്ല. ഇപ്പോൾ ഒരു വ്യക്തിയെ ശനിദശ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്ത നക്ഷത്രക്കാരിലേക്ക് അങ്ങനെ ബാധിക്കുന്ന ഒരു പരിപാടിയില്ല. മിക്കവർക്കും ഒരു തെറ്റിദ്ധാരണ, അയ്യോ എനിക്ക് ശനിദശയാണ്ട് എൻ്റെ കുട്ടികൾക്ക് അത് ദോഷമാണ്, ഇല്ലെങ്കിൽ അവർ പഠിക്കുന്നില്ല, എനിക്ക് എൻ്റെ വൈഫിന് അസുഖമാണ്, അതൊക്കെ തെറ്റിദ്ധാരണ. ശനി ബാധിച്ചിരിക്കുന്നത് നമ്മളിത്. ഇപ്പോൾ അവരുടെ സമയം നല്ലതാണെങ്കിൽ അവർക്ക് നല്ലതാണ്, അവരുടെ സമയം മോശമാണെങ്കിൽ മോശമാണ്. നമ്മൾ കാരണം മറ്റുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്ക് യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. ശനിദശയെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. ശനി എത്രയിലാണ് നിൽക്കേണ്ടത് അത് നോക്കിയിട്ട് വേണ്ടുള്ള പരിഹാര കാര്യങ്ങൾ പറഞ്ഞു തരാം. സാധാരണ രീതിയിലുള്ള പരിഹാരങ്ങളാണ് ഞാൻ 5 പറഞ്ഞത്. ഇന്ദ്രനിലത്തെ മോതിരം, അതേപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി 9 പ്രദക്ഷിണം വെക്കുക. ശനീശന് കറുത്ത ഉടയാട കൊടുക്കാം. അതേപോലെ തന്നെ കരിക്കിൻ്റെ അഭിഷേകം ചെയ്യാൻ, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാം. പിന്നെ നമുക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക.